യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ ലോങ് ടൈം അല്ലേ? അതെ, കുറേ നാളെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വർക്കും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ശനിയാഴ്ചയും ഒക്കെ ആയിട്ട്. അതെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കേട്ടോ പമ്പരം കണക്കിന് കറങ്ങി. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്ന സ്ഥലം അവർ കണ്ടിട്ട് പറയട്ടെ. നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് മിനിറ്റ്സ് കാണിക്കാം, വിഷ്വൽസ് ഇവിടുത്തെ എന്തൊക്കെയാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഗസ് ചെയ്ത് ഏതാ പ്ലേസ് എന്നുള്ളത്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അൽ ലയ കനാലാണ്. ഇപ്പോൾ നമ്മുടെ ഷാർജയിലെ പുതിയൊരു അട്രാക്റ്റീവ് പ്ലേസ് ആണിത് അല്ലേ? പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു കനാലാണ്. നമുക്ക് ഈവനിങ് ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത്. ഇപ്പം ആണെങ്കിൽ സമ്മറൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് പകലൊന്നും ചൂടത്തൊന്നും അധികം പുറത്ത് പോകാനോ അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോകാനോ പറ്റില്ല. സോ ഈവനിങ് നമുക്ക് ഒരു 6 മണിക്ക് കഴിഞ്ഞോടുകൂടി നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടത്. കുറേ ഫാമിലീസ് കുട്ടികളെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ? കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ സൈക്കിൾ ഓടിക്കാനും ഒക്കെ പറ്റും. നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇവിടെ ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ബ്യൂട്ടി എന്താണെന്നുള്ളത് കാണിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സൺസെറ്റ് ആവുന്ന ടൈമിലായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഭംഗി ആ സമയത്തായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അതെ, ടോട്ടോയ്സ് ആവുന്നുണ്ട്. ആ ടോട്ടോയ്സ് ആന്ന് വെച്ചേ കുഞ്ഞി ടോട്ടോയ്സ്, ആഴ്ചക്കുട്ട ബേബി ടോട്ടോയ്സ്. അല്ല, ഞണ്ടാണത്. ഇവിടെ ക്രാബ്. ഈ അല്ലയ കനാൽ വരുന്നത് നമ്മുടെ ഷാർജ കോർണിഷ് ഇല്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. കുറച്ച് അവിടെ നിന്ന് മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഗൂഗിളിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ലൊക്കേഷൻ. ഫുള്ള് ഫിഷാണ്, നിറയെ ഫിഷാട്ടാ ആശക്കുട്ടി. ഗൈസിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തോ ഒരു പ്രോഗ്രാം അല്ല, എന്തോ ഒരു ഇവന്റ് നടക്കുന്നുണ്ട് അവിടെ. എന്തോ ഒരു കാറ് സംബന്ധപ്പെട്ടത് എന്തോ ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. എന്തെങ്കിലും കോമ്പറ്റീഷൻ പരിപാടിയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊരു ഇവന്റ് നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കനാലല്ല കേട്ടോ, അത്യാവശ്യം നല്ല ദൂരത്തേക്കൊക്കെ ഉണ്ട്, നടക്കാനും ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ദേശക്കുട്ടി സൈക്കിളും ചവിട്ടി വരുന്നുണ്ട്. എടാ, ഒറ്റ കൈ കൊണ്ട് സൈക്കിൾ ഓട്ടണ ഈശക്കുട്ടിയാ? 1 ഹാൻഡ് കൊണ്ടാ? ക്രോക്കഡൈൽ വേണോ വാട്ടറില്? നോക്കാട്ടോ, ക്രോക്കഡൈൽ ഉണ്ടോന്ന് നോക്കാം. ഫിഷ് ഇഷ്ടം പോലെ ഉണ്ടോ? ഇതിന്റെ അടിയിൽ തണലാട്ടോ, കുറച്ച് കഴിഞ്ഞ തണലുണ്ടോ? ആണോ? അതാണ് ഗോൾഡ് സൂപ്പ് എന്നറിയത്. അവിടെ ഗോൾഡ് സൂപ്പ്, അവിടെ ഗോൾഡ് സൂപ്പ് കണ്ട. അയ്യോ, കുട്ടിക്ക് ചൂണ്ടിടണം. വെള്ളം കണ്ടോ ചൂണ്ടിട്ട് മീൻ പിടിക്കണം. അതെ, ചൂണ്ടാക്കാൻ പോണോ? സൈക്കിൾ ഇവിടെ വെക്കണോ? ഓക്കെ, സൈക്കിൾ ഇവിടെ വെച്ചോ, എന്നിട്ടും പോയിക്കോ ഡാഡിയൊപ്പം. ഓക്കെ, അതുകൊണ്ടോക്കോ. അതും വേണ്ടേ?
അത് ശരി. ചൂണ്ട വാങ്ങിക്കാൻ പോകുന്ന എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ലൈറ്റൊക്കെ ഓണായിട്ട് ഇപ്പോൾ ലൈറ്റ് സൺലൈറ്റ് കുറഞ്ഞിട്ട് രസമായി വരുന്നുണ്ട്. ചൂണ്ട വിട്ടൊരു കളിയില്ല. ഫുൾ ടൈം വന്നപ്പോൾ തുടങ്ങി ഇതുവരെ വിട്ടിട്ടില്ല ചൂണ്ടയുടെ കാര്യം. ഇവിടെ ലൈറ്റ് ഒക്കെ വന്ന് അടിപൊളിയായിട്ട് കാണാൻ അടിപൊളിയായിട്ടല്ലേ. ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഭയങ്കര ഭംഗി കാണാനായിട്ട്. തിരക്കൊക്കെ കൂടി ഇഷ്ടംപോലെ ആൾക്കാരെ വരുന്നത് ഇവിടേക്ക്. ഇപ്പോൾ നിറച്ച ആൾക്കാരുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നല്ല ക്ലൈമറ്റും നല്ല അടിപൊളിയായില്ലേ. ചൂടൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഇപ്പൊ നല്ല അടിപൊളിയാണ് ഇവിടെ നടക്കാനായിട്ട്. അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു സംഭവമുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. സോ നമുക്കിതിന് മേലെ കയറിയിട്ട് അപ്പുറത്ത് പോയി നോക്കാം. സ്റ്റെപ്പ് കയറാം. വാ, ഇവിടുന്ന് വ്യൂ നല്ല രസമുണ്ടല്ലേ സഞ്ജു? സൂപ്പർ. വാ, മൊത്തം വ്യൂ ആണല്ലോ. ലൈറ്റ് ഉണ്ട് കണ്ട. ഈ ഹാൻഡ് റെയിലിലും ഫുള്ള് ലൈറ്റാ. നല്ല രസമുണ്ട് കാണാൻ. ആ ഇവിടെ ബോട്ട് വരെ കുട്ടി. കണ്ട അതേ മൂവിയാണ് കണ്ടത്. മൂവിയെ നോക്കി. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ കണ്ട ഏറ്റവും വലിയ ഫിഷ് 35 kg കിങ് ഫിഷിനെ പിടിക്കണം. ഇത് ഒരു മറ്റേ എന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഫിഷ് 35 kg ആണ് കിങ് ഫിഷ്. എനിക്ക് എന്ത് വലിയ പ്രൈസ് അതിന് ട്രോഫി ഒക്കെ.
അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കളിക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോലെ ഇറങ്ങാല്ലേ? യെസ്. കുറേ നേരം നമ്മളിവിടെ ഒലാത്തി നടന്നു. നല്ലൊരു പ്ലേസ് ആട്ടോ. നമുക്ക് 6 മണി 6:30 ടൈമിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറേ ഫാമിലീസ് വരുന്നുണ്ട് കുട്ടികളൊക്കെ കൊണ്ടിട്ട്. എന്തായാലും നമ്മൾ സമ്മറിൽ നമുക്ക് പുറത്തിറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് ഫുൾ ടൈം വീട്ടിലിരിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാക്സിമം കുട്ടികളെ കൊണ്ടൊക്കെ പോവാം. അപ്പോൾ ഇത് നമ്മളെ പ്ലേസ് എന്ന് പറയുന്നത് അൽ ലയ കനാൽ. ഇത് പുതിയത് റീസെൻ്റായിട്ട് ഷാർജയിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കനാലാണ്. സൈക്കിളൊക്കെ കൊണ്ടുവന്നാൽ അടിപൊളിയായിട്ട് കുട്ടികൾക്ക് സൈക്കിളും സ്കൂട്ടറും ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഓടിക്കാം. നല്ലൊരു പ്ലേസാണ്, വൈബ് പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളൊക്കെ കൊണ്ട് വന്നോളൂ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വീട്ടിൽ പോകണ്ട. ഓക്കെ, അപ്പോൾ ബൈ. പിന്നെ ഇപ്പം നിങ്ങളും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഈ സ്ഥലം പോയി കഴിഞ്ഞാൽ നല്ലതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾക്കും അവിടെ പോവാം, നമ്മളും വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പോവാത്ത ആൾക്കാർക്കും അത് ഉപകാരമായിരിക്കും. ഞങ്ങൾക്കും അതുപോലെ തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾക്കും ഇതുപോലെ പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോഴും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.